തലസ്ഥാനത്ത് റോഡിലെ കുഴികൾ അടച്ച് ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം. മാസങ്ങളായി തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തി ഇതുവരെയും പൂർത്തിയാക്കാനായിട്ടില്ലെന്നും കോർപ്പറേഷൻ ഭരണസമിതിയുടെ തികഞ്ഞ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും ബി.ജെ.പി. ആരോപിച്ചു. വിവിധ റോഡുകളിൽ പ്രതിഷേധം വരും ദിവസങ്ങളിൽ തുടരും. അതേസമയം പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തലസ്ഥാനത്തെ റോഡ് നിർമ്മാണം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനെതിരെയാണ് കുഴികൾ അടച്ചുകൊണ്ടുള്ള പ്രതിഷേധവുമായി ബി.ജെ.പി. കൗൺസിലർമാർ രംഗത്തെത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർമാരാണ് റോഡ് നിർമ്മാണത്തിനായി പൊളിച്ചിട്ട ഭാഗങ്ങളിൽ മണ്ണും കല്ലും ഇട്ടടച്ചത്. ശ്രീമൂലം ക്ലബിന് മുന്നിലായുള്ള റോഡിലാണ് പ്രതിഷേധ സൂചകമായി മണ്ണിട്ട് കുഴികൾ അടച്ചത്. വളരെ ദയനീയമാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഇന്നത്തെ സ്ഥിതി. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് കോട്ടൺ ഹിൽ സ്കൂൾ. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ, ബാലവിഹാർ കുട്ടികൾ ഉൾപ്പെടെ. ആ കുട്ടികൾ ഏതെങ്കിലും ഒരാൾ ഈ കുഴിയിലോ മറ്റോ വീണാൽ ആ കുട്ടിയെ പിന്നെ നമുക്ക് കിട്ടൂല. ഇത്രയും ദയനീയമായ ഒരു സ്ഥിതി ഉണ്ടായിട്ട് പോലും ഗവൺമെന്റും മേയറും നഗരസഭയും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. അതിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരം തുടങ്ങുന്നത്. ഞങ്ങൾ ഈ കുഴികൾ മുഴുവൻ മൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളെ ആരെങ്കിലും തടസ്സപ്പെടാതെ ഇരിക്കുന്ന സമയം വരെ ഞങ്ങൾ ഇത് ചെയ്യാൻ പോവുക. റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. മാസങ്ങളായി തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തി ഇതുവരെ പൂർത്തിയാക്കാനായില്ലെന്നും കോർപ്പറേഷൻ ഭരണസമിതിയുടെ തികഞ്ഞ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും ബി.ജെ.പി. കൗൺസിലർമാർ ആരോപിച്ചു. ഇത് തുടർച്ചയായിട്ട് സ്കൂളുകളുടെ സമീപത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, ഗതാഗതം മുടങ്ങിക്കിടക്കുന്ന സ്ഥലം, അവിടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഇത്തരം ഒരു സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതേസമയം പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത നടപടി അംഗീകരിക്കാനാകില്ലെന്ന് ബി.ജെ.പി. ജില്ലാ അധ്യക്ഷനും കൗൺസിലറുമായ വി രാജേഷ് പറഞ്ഞു. ഈ റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിന് ജനങ്ങളുടെ ഭാഗത്ത് വലിയ പിന്തുണ വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് CPM നേതൃത്വവും കോർപ്പറേഷൻ ഭരണസമിതിയും ഇടപെട്ടുകൊണ്ടാണ് പോലീസിനെ ഇവിടേക്ക് അയച്ച് ബലപ്രയോഗത്തിലൂടെ ഇത് ഏർപ്പെട്ടുകൊണ്ടിരുന്ന ബി.ജെ.പി. പ്രവർത്തകരെയും കൗൺസിലർമാരെയും അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. ഈ ഒരു അറസ്റ്റ് കൊണ്ടൊന്നും അവസാനിക്കില്ല. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ജനങ്ങൾ തന്നെ ഇറങ്ങി കുഴിയടയ്ക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ ഇത് പ്രശ്നം അവസാനിക്കുന്നതുവരെ എല്ലാ റോഡിലൂടെയും വാഹനങ്ങൾ ഓടി തുടങ്ങുന്നതുവരെ ഞങ്ങൾ ഈ പ്രക്ഷോഭമായി മുന്നോട്ട് പോകും. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ തുക അനുവദിച്ച് കിട്ടിയിട്ടും കൃത്യമായ സമയത്തിനുള്ളിൽ പണി പൂർത്തിയാക്കാനായിട്ടില്ല. പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരുമെന്ന് ബി.ജെ.പി. നേതാക്കൾ വ്യക്തമാക്കി. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഇത്തരം കൂറ്റൻ കുഴികൾ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിൽ പല മേഖലകളിലും തുടരുന്നത്. ഇതിനിടയിലാണ് മേയറുടെ കണ്ണു തുറക്കാൻ ഇത്തരത്തിൽ ബി.ജെ.പി. കൂടി ഒരു പ്രതിഷേധവുമായി എത്തുന്നത്. ക്യാമറമാൻ അനീഷ് കണ്ടക്കരയ്ക്കൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.